കേന്ദ്ര സർക്കാരിലുണ്ടായ മാറ്റം വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയങ്ങളുടെ പ്രവർത്തനങ്ങളിലും കാണാനാകും. ഇപ്പോൾ പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന നയമാണ് ഇവർ കൈക്കൊള്ളുന്നത്. അതിനുത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് കൈക്കൊണ്ട പുതിയ 2 തീരുമാനങ്ങൾ. UAE പ്രവാസി തൊഴിലാളികളെ ചേർത്ത് പിടിക്കുകയാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഭാരതത്തിൻ്റെ വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര കാര്യാലയങ്ങളുടെ പ്രവർത്തനങ്ങളിലുണ്ടായ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് പുതിയ തീരുമാനങ്ങളും. കോൺസുലേറ്റ് തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി വിപുലീകരിച്ചു. അതോടൊപ്പം വിവിധ സംഘടനകളുമായി ചേർന്ന് ഈ വർഷം 5000 തൊഴിലാളികൾക്ക് വിവിധ ഡിജിറ്റൽ AI സാങ്കേതിക മേഖലകളിൽ പരിശീലനം നൽകും. കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവനാണ് പ്രവാസി തൊഴിലാളികൾക്ക് സൗജന്യ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി പ്രഖ്യാപിച്ചത്. പ്രവാസി തൊഴിലാളികൾ വ്യാപകമായി ഓൺലൈൻ തട്ടിപ്പിന് വിധേയമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു പദ്ധതി. സൈബർ അറ്റാക്കുകൾ കൂടി വരുന്നൊരു കാലമാണ്. പല ആൾക്കാർക്ക് എന്താണ് അവർ ക്ലിക്ക് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. കാരണം മൈഗ്രേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് UK മൈഗ്രേറ്റ് ചെയ്യണോ, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ മിനിമം ലെവലിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ID ഷെയർ ചെയ്യാൻ പറയുന്ന, OTP ഷെയർ ചെയ്യാൻ പറയുന്ന ഒക്കെ നോർമൽ സ്കാംസ് ഇപ്പം ഇന്ന് വളരെ കോമൺ ആണ്. ആൻഡ് വലിയൊരു ശതമാനം എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഡിവൈസസ് ഉണ്ട്. പക്ഷേ ഇതുവഴിയുള്ള അക്രമങ്ങൾ ചെറുക്കാനുള്ള നോളജ് അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ അതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു കോറ്. അപ്പോൾ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്ന സമയത്ത് ഇന്ന് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ടൂളുകൾ അവർ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ അതുവഴി അവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളൊക്കെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ AI ലിറ്ററസി എന്നുള്ളൊരു ഭാഗം കൂടെ ഇതിൻ്റെ ഒരു നിയർലി ഹാഫ് ഓഫ് ദ സിലബസ് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഇൻ്റലിജൻസ് ആസ് എ സർവീസാണ് ഇപ്പോൾ AI ടൂളുകളൊക്കെ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ലൈഫിലേക്ക് ഇവർ അക്കാഡമിക്കലിയോ മറ്റോ നേടാത്ത ഒരു ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ഉണ്ടല്ലോ, അത് നമുക്കിന്ന് AI ടൂളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കുട്ടികളെ ഗൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കുട്ടികളുടെ കരിയറിലേക്ക് ഒരു നിർദ്ദേശം നൽകണമെന്നുണ്ടെങ്കിലൊക്കെ പാരൻറ്റ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഒരു വലിയൊരു ഗ്യാപ്പ് നേരിടുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഗ്യാപ്പ് നികത്താൻ പറ്റും. പിന്നെ ഡെയിലി ലൈഫിനെ നമുക്ക് ഒരുപാട് സ്മൂത്ത് ആക്കാൻ പറ്റുന്നത്, ഇപ്പോൾ ഈവൻ ഇൻക്ലൂഡിങ് സ്കാം ഡിറ്റക്ഷൻ, ഫ്രോഡ് ഡിറ്റക്ഷൻ, ഇതിനൊക്കെ AI ഉപയോഗിക്കാൻ പറ്റും. നാഷണൽ KMCC, വിദ്യാഭ്യാസ സ്ഥാപനമായ എഡാപ്റ്റ് എന്നിവയുമായി ചേർന്ന് ഈ വർഷം 5000 തൊഴിലാളികൾക്കാണ് ഡിജിറ്റൽ AI മേഖലയെക്കുറിച്ച് അവബോധം നൽകുന്ന കോഴ്സുകൾ നടത്തുക. ഇത് വളരെ അടിത്തട്ടിലേക്ക് പോകേണ്ടതാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് കണ്ടെത്തുന്നത്, ഇതുപോലെ കുറേ കേസുകൾ നമ്മുടെ അടുത്ത് വരികയാണ്. ഇങ്ങനെ പൈസ പോയി, ഓൺലൈനിൽ അത് നെക്കിയപ്പം മീൻസ് ലിങ്ക് നെക്കിയപ്പോൾ പോയി. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി കൂടി വന്നപ്പോൾ ഇതിനൊരു റെസിസ്റ്റൻസ് വേണമല്ലോ. അങ്ങനെയാണ് നമ്മൾ വെൽഫെയർ കോൺസുലേറ്റ് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ കുറേ നടക്കുന്നുണ്ട്, നമുക്കിങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, നമ്മൾ പുള്ളി അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പിന്നെ കോൺസുൽ ജനറൽ ഇതിൽ കുറച്ചുകൂടി നല്ല ഡെപ്തുള്ളൊരു കാഴ്ചപ്പാടുണ്ട് അദ്ദേഹത്തിന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 3-4 ടൈംസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കോൺസുലേറ്റിൽ മീറ്റിംഗ് നടത്തി കരിക്കുലം, ഒരു സിലബസ് തന്നെ ഇതിൽ വന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് നമ്മൾ ആളുകൾക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതിന് ലേണർക്ക് കിട്ടാൻ പോകുന്നത് ഡിജിറ്റൽ ലിറ്ററസി, അതുപോലെ AI, പിന്നെ അതോടൊപ്പം തന്നെ ഇത് 2 രീതിയിൽ നമ്മൾ കാണണം. ഒരാളുടെ പ്രൊഫഷണൽ ലൈഫിനെ ഇത് എൻഹാൻസ് ചെയ്യും, അതോടൊപ്പം തന്നെ അയാളുടെ പ്രൈവറ്റ് ഫാമിലി ലൈഫിനെ ഇത് എൻഹാൻസ് ചെയ്യും. കാരണം വളർന്നു വരുന്ന കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കാൻ ഒരു പാരൻ്റ് എന്ന നിലയിൽ അയാൾക്ക് കഴിയും വിധം അയാളെ പൊക്കിയെടുക്കുക എന്നുള്ളതാണ്. അതും കൂടി ഈ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഭാഗമായി KMCC കാണുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ക്ലാസ് എന്ന നിലയിൽ 8 ആഴ്ച കൊണ്ട് പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നേടാൻ കഴിയുന്ന വിധമായിരിക്കും ഡിജിറ്റൽ സാക്ഷരതാ കോഴ്സുകൾ. നമുക്കൊരു അസിസ്റ്റൻറ്റിനെ കിട്ടുന്ന പോലെ, ഒരു ഇൻ്റലിജൻറ്റ് അസിസ്റ്റൻറ്റിനെ കിട്ടുന്ന പോലത്തെ ഒരു ഗുണം AI ടൂളുകൾക്കുണ്ട്. അപ്പോൾ ഡെയിലി ലൈഫിൽ ഇതവരെ പാർട്ടാക്കാൻ സഹായിച്ചാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടുന്ന അവസ്ഥ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ മാത്രമല്ല
അപ്പോൾ എല്ലാവരും ഒരേ ലെവലിൽ നിന്നാവില്ല. ചില ആൾക്കാർക്ക് ബെറ്റർ അവയർനെസ് ഉള്ളവരുണ്ടാവും, ബെറ്റർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഫിൽറ്ററിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ബേസിക് അവയർനെസ് ചെക്ക് ചെയ്തിട്ട് അത് പ്രകാരം അവരെ ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും 8 സെഷൻ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ അറിയുന്ന ആൾക്കാർക്ക് 2ാമത്തെയോ 3ാമത്തെയോ സെഷനിൽ തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഡിജിറ്റൽ ലിറ്ററസിക്ക് അത്യാവശ്യം അറിയാമെന്നുണ്ടെങ്കിൽ AI സെഷൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഇവാലുവേഷൻ പ്രോഗ്രാം വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സർട്ടിഫിക്കേഷനും നൽകുക എന്നുള്ളതാണ്. തൊഴിലാളികൾക്ക് വ്യക്തിപരമായ അപേക്ഷ നൽകി പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയും. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിൽ കോഴ്സ് ഉണ്ടാകും. ഇൻഡിവിജ്വലി രജിസ്റ്റർ ചെയ്യാവുന്ന രീതിയിലാണ് ഫോമുകളുള്ളത്. ഇപ്പോൾ കമ്പനി സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരുപക്ഷെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്തതെന്നുള്ള അറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ കുറച്ചും കൂടെ അവരെ കമ്മിറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വലി ഫോം ഫില്ല് ചെയ്യുക, വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ്. ഇപ്പോൾ കമ്പനി ഒരു ഏത് ലേബർ ക്യാമ്പിലാണ്, ഏത് സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്. കാരണം നമ്മൾ റീജിയണൽ ലാംഗ്വേജിലും കൂടെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5 റീജിയണൽ ലാംഗ്വേജസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇനീഷ്യൽ ഫിൽറ്ററിംഗ് ഉണ്ട്. ബട്ട് ദെൻ ഇൻഡിവിജ്വലി ആണ് ചെയ്യുന്നത്. പിന്നെ അവരെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരും. അവിടെ മെൻറ്ററും ഉണ്ടാകും, ഇവരും ഉണ്ടാകും. പിന്നെ അവിടെയാണ് ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ സ്മൂത്തൻ ചെയ്യുക. മറ്റേത് ഇൻഡിവിജ്വലി അല്ല, ഒരു ഗ്രൂപ്പിനകത്താണ് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. UAE-യിൽ സ്വാഭാവിക മരണം സംഭവിക്കുന്ന തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ കോൺസുലേറ്റ് കഴിഞ്ഞ വർഷം ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയിൽ ഈ വർഷം ദുബായ് നാഷണൽ ഇൻഷുറൻസും നെക്സസ് ഇൻഷുറൻസ് ബ്രോക്കേഴ്സും കൈകോർക്കും. 10-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ജീവനക്കാരെ ഉൾപ്പെടുത്താം. 69 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിൽ അംഗങ്ങളാകാം. വർഷം 32 ദിർഹമാണ് പ്രീമിയം. മരണമോ സ്ഥിരം ശാരീരിക വൈകല്യമുണ്ടാക്കുന്ന അപകടമോ സംഭവിച്ചാൽ 35,000 ദിർഹം വരെ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കും. മൃതദേഹം നാട്ടിലെത്തിക്കാൻ 12,000 ദിർഹം വരെയുള്ള ചെലവ് ഇൻഷുറൻസ് കമ്പനി നൽകും. സ്വാഭാവിക മരണം സംഭവിക്കുന്ന തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇൻഷുറൻസ് സംവിധാനമില്ലാത്ത പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷമാണ് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഇത്തരമൊരു പദ്ധതി ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് ആരംഭിച്ച പദ്ധതി നിലവിലുണ്ടാകുമെന്ന് അധികൃതർ പറഞ്ഞു. പ്രധാനമായും ഇന്ത്യയിൽ നിന്നുള്ള ബ്ലൂ കോളർ തൊഴിലാളികൾക്കാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നതെങ്കിലും ഭാവിയിൽ എല്ലാ തൊഴിലാളികളിലേക്കും വ്യാപിപ്പിക്കും.